Welcome to next class in AC circuits. Today in this class we will discuss the concept of admittance and impedance with the help of complex numbers. So in the last class we were discussing about the AC networks. AC network എന്നുള്ളതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു AC നെറ്റ്വർക്ക് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഹൗ ദിസ് കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് എ സി നെറ്റ്വർക്ക് അത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഒരു എ സി നെറ്റ്വർക്ക് എന്നുള്ളതിൽ ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇപ്പോൾ എ സി സർക്യൂട്ട് ആണെങ്കിൽ ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്: റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഇത് മൂന്നും ലീനിയർ എലമെൻ്റാണ്. ലീനിയർ എന്ന് പറയുമ്പോൾ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് or we can say that the peak value of voltage and peak value of currents are directly proportional, or voltage current relationship are linear ആണെങ്കിൽ നമ്മൾ അതിന് ലീനിയർ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ലീനിയർ നെറ്റ്വർക്കിലുള്ള ഒരു ലീനിയർ എ സി നെറ്റ്വർക്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ it can be expressed as the relation between the complex numbers representing the voltage and current. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് വോൾട്ടേജിനെയും കറണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റിലേഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് ഇൻഡിവിജ്വൽ കറണ്ട് എലമെൻറ്റ്സ്. അപ്പോൾ അതിലാദ്യമായിട്ടുള്ളത് റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ, ഇഫ് ദർ ഈസ് റെസിസ്റ്റൻസ് ഓൺലി, ദെൻ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദർ വിൽ ബി നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. നിങ്ങളത് +2 ചെയ്തിട്ടുള്ളതിനാണ്. ഒരു എ സി റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, രണ്ടും ഒരേ ഫേസിലായിരിക്കും. ആൻഡ് കറണ്ട് ഐ വിൽ ബി ഈക്വൽ ടു V/R, ദാറ്റ് ഈസ് ഓംസ് ലോ, where R is called the resistance of the circuit. Inverse of resistance നമ്മൾ കണ്ടക്റ്റൻസ് എന്നും പറയും. സോ ദിസ് ഈസ് ഓംസ് ലോ. I, V, R എല്ലാം റിയൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, ബിക്കോസ് ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്, എല്ലാം ഒരേ ഫേസിലാണ്. അതേസമയം കപ്പാസിറ്ററിലേക്കും ഇൻഡക്ടറിലേക്കും പോകുന്ന സമയത്ത് ദ കേസ് ഇസ് ഡിഫറൻറ്റ്. ഒരു പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ, പ്യുവർ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഒരു കോയിൽ എടുക്കാം, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്ലെസ് ഇൻഡക്ടർ. ഈ ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ π/2. അവിടെ കറണ്ട് ലാഗ് ചെയ്യാണ്, വോൾട്ടേജ് ലീഡ് ചെയ്യാണ് ബൈ π/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പീക്ക് കറണ്ട് അവിടെ നിങ്ങൾക്ക് ഇൻ ദ കേസ് ഓഫ് RL സർക്യൂട്ടിൽ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RL സർക്യൂട്ടിൽ R എന്നുള്ളത് 0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ, ഇൻ എ പ്യുവർ ഇൻഡക്ടർ, I0 ഈക്വൽ ടു E0/ωL, വെർ E0 എന്നുള്ളത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ആസ് നൗ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓൺലി. Peak value of current and peak value of voltage is related by I0 equal to E0/ωL, where L is the inductance. Now I എന്നുള്ളത് current lags the voltage by π/2. So ഇൻഡക്ടറിൻ്റെ കേസിൽ I എന്നുള്ളത് വോൾട്ടേജിനേക്കാളും π/2 ലാഗ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ റൈറ്റ് I ഈസ് ഈക്വൽ ടു the magnitude of voltage. If V is the magnitude of, if V is the voltage and I is the current, then V/ωL is the magnitude of current, but that current I will be lagging the voltage by a phase of π/2. അപ്പോൾ നമുക്ക് പറയാം ഈ V എന്ന് പറയുന്ന വോൾട്ടേജിനെ ഒരു -I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -I വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 90 ഡിഗ്രി റൊട്ടേഷൻ്റെ ഇഫക്റ്റ് ആണുള്ളത് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ലീഡ് ചെയ്യുന്നർത്ഥം. -I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -90 ഡിഗ്രി കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഇഫക്റ്റാണ്. നിങ്ങൾക്കറിയാം, ഒരു റിയൽ ആക്സിസിൽ നമ്പർ കാണിക്കുകയാണെങ്കിൽ +I എന്നുള്ള നമ്പർ 90 ഡിഗ്രി മേലോട്ട്, അതായത് +Y ആക്സിസിലാണ് കാണിക്കുന്നുണ്ടാവുക. -I എന്ന നമ്പർ -Y ആക്സിസിലാണ് കാണിക്കല്. സോ -I എന്നുള്ളത് ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇങ്ങോട്ടുള്ള റൊട്ടേഷൻ. അതല്ലെങ്കിൽ +I എന്നുള്ളത് മുകളിലോട്ടുള്ള റൊട്ടേഷൻ. അപ്പോൾ I ഈസ് ഈക്വൽ ടു -I V/ωL എന്നാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ കിട്ടുന്ന കറണ്ട് I എന്നുള്ളത് ഇറ്റ് ഈസ് ലാഗിങ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ്
90 degree. The lagging is represented by this negative sign. So minus I V by omega L. So that can be written as V by I omega L. We can write it as I is equal to V by Z, where V and I are complex numbers representing the voltage and current, and Z is a complex number which is given as I omega L, and it is an imaginary number, and it is called impedance of the inductor. With the equation, that is I is equal to V by Z, and it is similar to Ohm's law. I is equal to V by R, except R is replaced by Z. But Z എന്നുള്ളത് it is a sort of resistance, but it is not called as resistance. It is called impedance of the inductor, and Z is equal to I omega L, and we can say that the impedance of the inductor is the opposition against the flow of current. ഇവിടെ കാണാം impedance increase ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ impedance is also opposition against the flow of current, and the impedance of the inductor is directly proportional to the frequency of AC. അപ്പോൾ ഹൈ ഫ്രീക്വൻസി AC ആണെങ്കിൽ it will be opposed by the inductor, and the inductor is a difficult path for high frequency AC. അതേസമയം ലോ ഫ്രീക്വൻസി എ സി ആണെങ്കിൽ ഒമേഗ എന്നുള്ളത് ഇറ്റ് വിൽ ബി വെരി സ്മാൾ, സോ ദ ഇമ്പിഡൻസ് വിൽ ബി വെരി സ്മാൾ, സോ കറണ്ട് വിൽ ബി വെരി ഹൈ. ഓർ ലോ ഫ്രീക്വൻസി എ സി ക്യാൻ ബി ഈസിലി പാസ്ഡ് ത്രൂ അൻ ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അത് എ സിയെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, ഹൈ ഫ്രീക്വൻസി എ സിയെ. സോ ദിസ് ക്വാണ്ടിറ്റി ഐ ഒമേഗ എൽ ഇസ് കാൾഡ് impedance of the inductor, and unit of this quantity will be ohm, because നിങ്ങൾക്ക് ഇവിടെ കാണാം Z is equal to V by I എന്ന് വരാം, R is equal to V by I എന്നുള്ള ഓം ആണ്. അപ്പോൾ Z equal to V by I എന്നുള്ള അതും എന്തായിരിക്കും, ഓം തന്നെ ആയിരിക്കും. So this is called impedance of the inductor. Now in the case of a capacitor, ഒരു പ്യൂർ കപ്പാസിറ്റർ ആണെങ്കിൽ അവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നുണ്ടാവുക വോൾട്ടേജിനേക്കാളും, ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പീക്ക് കറണ്ട് I0 എന്നുള്ളത് ഇറ്റ് ഈസ് E0 by 1 by omega C. ഇത് നിങ്ങൾക്ക് യു ഹാവ് ഡിസ്കസ്ഡ് ദി RC സർക്യൂട്ട്. RC സർക്യൂട്ടിൽ R എന്നുള്ളത് 0 കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ വെർ E0 is the peak value of voltage. Now ജനറൽ കറണ്ട് ഐയും ജനറൽ കറണ്ട് I and general voltage V ആണെങ്കിൽ we can say that I leads the voltage by pi by 2. So we can write I is equal to V by 1 by omega C expression ആണ്, V by 1 by omega C into I, small I എന്ന് വരും. സ്മോൾ I എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പർ I, ഇവിടെ പോസിറ്റീവ് I കൊടുക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് I ഈസ് ലീഡിങ് ദി വോൾട്ടേജ് ബൈ പൈ ബൈ 2. സോ ദിസ് ഈസ് പ്ലസ് I. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് V by, ഈ I എന്നുള്ളത് ന്യൂമറേറ്ററിൽ നിന്ന് നമ്മുടെ ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് V by 1 by I omega C, or in the form of Ohm's law, I is equal to V by Z, where Z is equal to 1 by, where Z in the സ്ഥാനത്ത് ഇവിടെ വരുന്നത് 1 by I omega C ആണ്, 1 by I omega C, or we can say minus I by omega C, because 1 by I എന്നുള്ളത് it is root of minus 1, so 1 by I can be written as I by I square. രണ്ട് ഭാഗത്തും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ I by I square എന്നുള്ളത് I by minus 1 ആവും, സോ മൈനസ് I. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1 by I omega C എന്ന് എഴുതാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് മൈനസ് I by omega C. ഇറ്റ് ഈസ് കാൾഡ് ദ ഇമ്പിഡൻസ് ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ കാണാം കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസും എങ്ങനെയാണുള്ളത്, ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് എ സി. ഹൈ ഫ്രീക്വൻസി എ സി ആണെങ്കിൽ ദ ഇമ്പിഡൻസ് വിൽ ബി വെരി സ്മോൾ. സോ കപ്പാസിറ്റർ എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഈസി പാത്ത് ഫോർ ഹൈ ഫ്രീക്വൻസി എ സി. അതേസമയം ലോ ഫ്രീക്വൻസി എ സി ആണെങ്കിലോ കപ്പാസിറ്റർ എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് പാത്താണ്. ഒരു ഡി സി നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ ഡി സി ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 0 ആണ്. സോ Z വിൽ ബി ഇൻഫിനിറ്റി ഫോർ ഡി സി. സോ ഡി സി Z ഇൻഫിനിറ്റി എന്ന് പറയുന്ന മീനിങ് കപ്പാസിറ്റർ ഓഫേഴ്സ് ആൻ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ്. I വിൽ ബി ഈക്വൽ ടു V by ഇൻഫിനിറ്റി 0. സോ കപ്പാസിറ്റർ എന്നുള്ളത് ഇറ്റ് ബ്ലോക്സ് ഡി സി. അത് ഡി സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ അത് പാസ് ചെയ്യൂല. ഡി സി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറണ്ട് 0 ആയിരിക്കും. അതേസമയം ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ Z is equal to I omega L എന്നാണ്. ഡി സി നിങ്ങൾ ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ Z is equal to 0 ആണ് വരാം. അപ്പോൾ ഇൻഡക്ടറിൽ എന്തില്ല, ദർ ഈസ് നോ ഇഫക്റ്റ് ഫോർ ഡി സി. ദാറ്റ് ഈസ് ഇൻഡക്ടർ വിൽ നോട്ട് ഒപ്പോസ് ഡി സി. ഡി സിയെ ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യില്ല, അത് സ്മൂത്തായിട്ട് പാസ് ചെയ്യുന്നുണ്ടാവും ഇൻഡക്ടർ എന്നുള്ളത് ഇറ്റ് ഒപ്പോസസ് ഹൈ ഫ്രീക്വൻസി എ സി, but it is an easy path for low frequency AC.
അതേസമയം കപ്പാസിറ്റർ എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഈസി പാത്ത് ഫോർ ഹൈ ഫ്രീക്വൻസി എ സി ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പാത്ത് ഫോർ ലോ ഫ്രീക്വൻസി എ സി. നൗ ഇൻവേഴ്സ് ഓഫ് ഇമ്പിഡൻസിന് പറയുന്ന പേരാണ് അഡ്മിറ്റൻസ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ y ഈസ് ഈക്വൽ ടു 1/z. അപ്പോൾ ദ അഡ്മിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ ബി I omega c. അതേസമയം അഡ്മിറ്റൻസ് ഓഫ് ഇൻഡക്ടർ എന്നുള്ളത് ഇറ്റ് ഈസ് 1/I omega l. ഇൻവേഴ്സ് ഓഫ് ഇമ്പിഡൻസ് ഈസ് കാൾഡ് അഡ്മിറ്റൻസ്. ഇമ്പിഡൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ അഡ്മിറ്റൻസിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട് ഓം ഇൻവേഴ്സ്. അഡ്മിറ്റൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് സിമിലർ ടു കണ്ടക്റ്റൻസ്. So the properties of three basic circuit elements, resistance, inductor and capacitor, can be summarized as below. The impedance എന്നുള്ളത് it is R എന്നുള്ളത് ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് റിയൽ കേസാണ്, അതൊരു സ്പെഷ്യൽ കേസാണിത്. ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്, ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് I omega L, then minus I by omega c, it is called capacitive impedance. And admittance എന്നുള്ള അതിൻ്റെ എല്ലാം നേരെ ഇൻവേഴ്സ് 1/R. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് കണ്ടക്റ്റൻസ് minus I by omega L or 1/I omega L and I omega c. In the relation between current and voltage, it is I is equal to V by Z എന്താ വരിക. I is equal to V by Z. ഇവിടെ നിന്ന് കാണാം V is equal to Z I. Similar to V is equal to IR എന്ന പോലെ. അതല്ലെങ്കിൽ ഇവിടെ കാണാം I is equal to V by Z. 1/Z is called Y. So I is equal to YI. അങ്ങനെയും റിലേഷൻ എഴുതാം. And the complex numbers representing the voltage and currents in RLC can be represented in phasor diagram, that is vector diagram. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ V എങ്ങനെയാണുള്ളത് അതേ ഡയറക്ഷനിലാണ് I ഉള്ളത്. ബിക്കോസ് Iയും Vയും ഇൻ ഫേസ് ആണ്. ഇമാജിനറി ആക്സസ് ഇവിടെ വരുന്നുണ്ട്, റിയൽ ആക്സസ് ഇവിടെ വരുന്നുണ്ട്. Vയും Iയും ഇൻ ഫേസ് അതുകൊണ്ട് ദേ ആർ ഓൺ ദ സെയിം ലൈൻ, കോയിൻസിഡൻ്റ് ആണ്. അതേസമയം ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡക്ടർ ആണെങ്കിൽ വോൾട്ടേജ് ഈസ് ലീഡിങ് ദ കറണ്ട് ബൈ π/2. സോ ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി സച്ച് ദാറ്റ് V ഈസ് ലീഡിങ് ദ കറണ്ട് I by π/2 ആൻഡ് ദ angles measured in the anti-clockwise directions are taken as positive. അപ്പോൾ ഇവിടെ V എന്നുള്ളത് ലീഡ് ചെയ്യാണ് ഐയേക്കാളും. ആൻഡ് ഇൻ ദിസ് കേസ് I is leading V, that is current is leading the voltage, and this happens in the case of capacitor. അപ്പോൾ കപ്പാസിറ്റർ എന്നുള്ളത് ഈ രീതിയിൽ വരും. പിന്നെ നമുക്ക് കാണാം ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും Iയും Vയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. അതേസമയം റെസിസ്റ്റൻസിൽ Iയും Vയും തമ്മിൽ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്. അപ്പോൾ ദിസ് ഈസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്കഷനാണ്. നൗ കോമ്പിനേഷൻ ഓഫ് RLC, റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്ന് നമുക്ക് പല രീതിയിൽ കമ്പൈൻ ചെയ്യാം. വളരെ കോംപ്ലക്സ് സർക്യൂട്ട് ഉണ്ടാക്കാം. സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, സീരീസ് പാരലൽ കോമ്പിനേഷൻ, ഇങ്ങനെ പല രീതിയിൽ കോംപ്ലക്സ് സർക്യൂട്ട് ഉണ്ടാക്കാം. ആൻഡ് ദർ ആർ 2 points to be remembered for any complex network. ആ പോയിന്റ് എന്തെന്ന് വെച്ചാൽ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ അവിടെ വരുന്നുണ്ടാവുക ഇൻഡിവിജ്വൽ സർക്യൂട്ട് എലമെൻറ്റ്സിന് സെയിം വോൾട്ടേജ് വരാം, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ബട്ട് ഡിഫറെൻറ്റ് കറണ്ട്സ് വിൽ ബി ദർ. അപ്പോൾ ഓരോന്നിലൂടെയും ഓരോ കറണ്ട് പോകും. നമുക്കറിയാം ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 എക്സെട്ര. അപ്പോൾ അതുപോലെ പാരലൽ കോമ്പിനേഷൻ ഓഫ് AC എലമെൻറ്റ്സ് ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയേണ്ടത് ഇൻ ജനറൽ അഡ്മിറ്റൻസ് ആണ് വരിക, അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്ന് പറയും, ഇമ്പിഡൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് R is equal R1 + R2 + R3. Similar to that, in series combination, the impedances of different elements are adding together. Whereas in parallel combination, the inverses of impedances are adding. Inverse of impedance എന്ന് പറയുമ്പോൾ അഡ്മിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ അഡ്മിറ്റൻസ് ആഡ് ചെയ്യുന്ന രീതിയിൽ വരും. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ അവിടെ ഇമ്പിഡൻസ് ആഡ് ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ R is equal R1 + R2 + R3 എന്ന് പറയാം. അപ്പോൾ Z equal to Z1 + Z2 + Z3 എക്സെട്ര. പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ നോക്കേണ്ടത് അവിടെ കറണ്ട് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ അവിടെ നമ്മൾ കറണ്ടാണ് ആഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ മീനിങ് ഇൻഎഫക്റ്റീവ് അത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ഇമ്പിഡൻസ്, അതിന് പറയുന്ന പേരാണ് അഡ്മിറ്റൻസ് ആണ് ആഡ് ചെയ്യുന്നത് വരുന്നുണ്ടാവുക. സോ Y1 + Y2 + Y3. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വി കൺസിഡർ ഹിയർ 2 components having admittances Y1 and Y2 connected in parallel. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് Y ആണെന്ന് അസ്യൂം ചെയ്യാം.
ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ആ ഐ എന്നുള്ള കറണ്ടിൻ്റെ ഒരു പാർട്ട് I1 എന്ന രീതിയിൽ ഒന്നാമത്തെ കമ്പനന്റിലൂടെ പാസ് ചെയ്യും, രണ്ടാമത്തെ പാർട്ട് I2 എന്ന രീതിയിൽ പാസ് ചെയ്യും. സോ ദ ടോട്ടൽ കറണ്ട് ഹിയർ the total current I will be equal to I1 plus I2, that is equal to, now I is equal to V into Y, because Y is the admittance. So ഒന്നാമത്തെ current I1 is equal to Y1 into V. V will be same for both because they are in parallel. So രണ്ടാമത്തെ current I2, that is second current it will be Y2 into V. This is actually Y2 into V. So that is equal to Y1 plus Y2 V. So this shows that the equivalence I is equal to Y into V in the formula. Y in the stand it is Y1 plus Y2. So the equivalent single component has an admittance Y is equal to Y1 plus Y2. That is I is equal to Y1 plus Y2 V എന്നുള്ളതിനെ I is equal to Y into V എന്ന് കൊടുക്കാൻ നമുക്ക് അവിടെ Y യുടെ സ്ഥാനത്ത് വരെ Y1 plus Y2 എന്നതാണ്. So what is the point is, in parallel combination the admittances of different components are adding together. ഇതുപോലെ I1 എന്ന് പറയുമ്പോൾ 1 by Z1 plus 1 by Z2 എന്നുള്ളത് ആക്ച്വലി 1 by Z is equal to 1 by Z1 plus 1 by Z2. ഇത് പാരലലായി വരികയാണെങ്കിൽ അഡ്മിറ്റൻസ് ആഡ് ചെയ്യാമെന്നർത്ഥം. സീരീസ് കോമ്പിനേഷൻ, ഇപ്പോൾ ഇവിടെ Z1 Z2 എന്നുള്ള രണ്ട് കമ്പനന്റ് സീരീസ് ആയി കണക്ട് ചെയ്യണം. ഈ കേസിൽ കറണ്ട് വിൽ ബി സെയിം ബിക്കോസ് സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആയിരിക്കും, ബട്ട് വോൾട്ടേജസ് ആർ ഡിഫറൻറ്റ്. So the total voltage V is equal to V1 plus V2, that is equal to V is equal to IR എന്ന ഫോർമുല വെച്ചിട്ട് ഇവിടെ IZ എന്ന വരുന്നുണ്ടാവുക. So I into Z1 plus I into Z2, that is Z1 plus Z2 into I. So V is equal to ZI എന്ന ഫോർമുല അതുള്ളത്, അവിടെ Z-ൻ്റെ സ്ഥാനത്തുള്ളത് it is Z1 plus Z2. So this also shows that equivalent single component has an impedance Z equal to Z1 plus Z2. So the net point is, in series combination of two components, the impedances of the component add together, Z equal to Z1 plus Z2. So with the help of complex numbers, this AC network is now reduced to the DC network problem, because നമുക്ക് റെസിസ്റ്റൻസിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇമ്പിഡൻസിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഹാൻഡിൽ ചെയ്യാം. ബട്ട് ദർ ഈസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. റെസിസ്റ്റൻസ് എന്നുള്ളത് ഡി സി സർക്യൂട്ടിൽ എപ്പോഴും റിയൽ ക്വാണ്ടിറ്റീസ് മാത്രമേ വരുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സി വി വിൽ ഹാവ് ടു ഡീൽ വിത്ത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൾസോ. ഒരു എക്സാമ്പിളായിട്ട് പാരലൽ LCR സർക്യൂട്ട് നോക്കാം. സോ ഹിയർ R and j omega L is the impedance of this L and 1 by j omega C is the impedance of C. അപ്പോൾ അത് മൂന്നും പാരലായി കണക്ട് ചെയ്യാണ്. ഇപ്പോൾ മൂന്നിനും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ മൂന്നിലൂടെയും പോകുന്ന കറണ്ട് ഡിഫറൻ്റ് ആണ്. IR, IL, IC എന്ന് വിളിക്കാം. സോ വി ക്യാൻ സേ ദാറ്റ് ദ കമ്പൈൻഡ് അഡ്മിറ്റൻസ് ഓഫ് ദ ത്രീ പാരലൽ ബ്രാഞ്ചസ് 1 by Z is equal to 1 by Z1 plus 1 by Z2 plus 1 by Z3. അതാണ് Y is equal to Y1 plus Y2 plus Y3. അത് നമ്മൾ റൂൾ അനുസരിച്ച് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ദ അഡ്മിറ്റൻസസ് ആഡ് ടുഗദർ. സോ ദ നെറ്റ് അഡ്മിറ്റൻസ് Y is equal to Y1 എന്നുള്ളത് it is 1 by R plus Y2 1 by I omega L plus Y3 എന്നുള്ളത് 1 by I omega C. So it is I omega C. That is 1 by R plus I into omega C minus 1 by omega L, because 1 by I is minus I. Now current I is equal to V into Y. So we can write, if E0 is the applied voltage, then the complex current I will be equal to E0 into Y. E0 into Y is 1 by R into I omega C minus 1 by omega L. So this is the complex current, and the amplitude of complex current is the modulus of this complex number. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആണ്. അതിൻ്റെ മോഡുലസ് വരുന്നുണ്ടാവും, ഇറ്റ് വിൽ ബി E0 ഇൻറ്റു മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. ഇതിപ്പോൾ എക്സ് പ്ലസ് IY എന്ന ഫോമിൽ ഉള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് 1 by R, IYയുടെ സ്ഥാനത്ത് ഈ ബ്രാക്കറ്റ്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വരുന്നുണ്ടാവും, ഇറ്റ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് 1 by R സ്ക്വയർ പ്ലസ് omega C minus 1 by omega L whole square. So modulus I0, that is the peak value of current I0, equal to E0 into root of 1 by R square plus omega C minus 1 by omega L whole square. And the phase difference between the current and voltage, this current and voltage has a phase difference which is equal to the phase of this complex number. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫേസ് എന്നുള്ളത് ഇറ്റ് ഈസ് tan inverse Y by X ആണ്.
So here y is omega c minus 1 by omega L and x എന്നുള്ളത് 1 by r ആണ്. So phi, that phase angle phi is equal to tan inverse y by x, that is omega c minus 1 by omega L by 1 by r, that is equal to tan inverse r omega c minus r by omega L. So the phase difference and the relation between current and voltage can be easily obtained with the help of complex numbers. So this type of the complex number is a very powerful tool for analyzing AC circuits, but there is one limitation. This type of analysis can be applied only for linear circuit elements. Here R, L and C, all of them are linear elements. Linear means the current is proportional to the voltage, or the circuit must be this type of linear circuits are described by linear differential equations. Non-linear circuit ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. I guess we will have to depend on the respective non-linear differential equations and we will try to solve it either analytically or numerically. So that is another section. So linear സർക്യൂട്ടിൽ, അതായത് ആർ എൽ സി എന്നുള്ള കമ്പനൻറ്റിലാണെങ്കിൽ ഏത് കോംപ്ലക്സ് എസ് സി നെറ്റ്വർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ഈസിലി solved with the help of complex numbers. So thank you for watching.